ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസിനെ നമുക്കൊരാഘോഷമായിട്ട് കാണാം. ചിലർ ക്രിസ്തുമസിനെ ഒരാഘോഷത്തിനും അപ്പുറത്തേക്ക് ഒരു ധ്യാനമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും. ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായി എൻ്റെ ജീവിതവുമായിട്ട് അതിനെന്ത് ബന്ധമാണുള്ളത്? അതിനൊരു ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ നോക്കണം. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. അവൾ അതിനെ പ്രതി ആത്മാവിൻ്റെ സഹായത്തോടെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ അർത്ഥമെന്താണ് എന്ന് ചിന്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് അതിനെന്ത് ബന്ധമാണുള്ളത്? അത് അറിയണമെങ്കിൽ നമ്മുടെ ജനനത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം. ഞാനെന്നൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാനെന്നൊരാൾ ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. ജനിക്കാൻ കഴിഞ്ഞത് തന്നെ എന്ത് മഹാഭാഗ്യമാണ്. സുന്ദരമായിട്ടുള്ള ഈ ഭൂമി കാണാനും ഒരുപാട് സ്നേഹം അനുഭവിക്കുവാനും ദൈവത്തെ അറിയുവാനുമൊക്കെയുള്ള ഭാഗ്യം. ഈ ഭാഗ്യം ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. ഇതിനു ശേഷം ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ മലർക്കെ തുറക്കുന്നു. ദൈവത്തെ മുഖാമുഖം കണ്ട് നിത്യതയിൽ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കൈവരുന്നു. ഒരിക്കൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് മരണമില്ല. അയാളുടെ ജീവിതം ഊർജത്തിൻ്റെ രൂപമാറ്റം പോലെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളതിനെ മഹത്വീകരണം എന്നൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ ജനിച്ചത് ഒരിക്കലും മരിക്കാതിരിക്കാനായിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്രിസ്തുവിൻ്റെ ഈ ജനനത്തിന്, മനുഷ്യാവതാരത്തിന് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം. ഞാൻ പാപം ചെയ്ത് എൻ്റെ വീഴ്ചകൾ കൊണ്ട് എനിക്ക് ആ നിത്യതയിലേക്കുള്ള പ്രവേശനം ഞാൻ കാരണമായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ എനിക്കതൊരിക്കലും നഷ്ടപ്പെടരുതെന്ന വാശി, അതാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രിസ്തു ജനിച്ചത് വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? എങ്ങാനും ഞാൻ വീണുപോയാൽ, പതറിപ്പോയാൽ സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് എൻ്റെ പാപങ്ങൾ മോചിപ്പിച്ച് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. ഈ ഒരു തിരിച്ചറിവോടുകൂടെ, ധ്യാനത്തോടുകൂടെ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. ക്രിസ്തുമസ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.